ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പ്രതികാര ദിവസത്തെയും സത്യാനുസരണവും നീതിയുമായ വിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദയയും ക്ഷമയും ദീർഘശാന്തിയെയും കുറിച്ച് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവക്ഷമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അനോഹി എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോൾഡിംഗ് ബാക്ക് അല്ലെങ്കിൽ ഫോർബാരൻസ് എന്നാണ് ഈ പദത്തിന് അർത്ഥം. മലയാള ഭാഷയിൽ ക്ഷമ എന്നാണ് ഈ പദത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പദം നാം പരിചയപ്പെടുമ്പോൾ ഇതൊരു സൈനിക സന്ധിയുമായി ബന്ധപ്പെട്ട് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ഒരു സൈന്യം ഏത് സമയവും അക്രമം പൊട്ടിപ്പുറപ്പെടുവാനുള്ള സാഹചര്യത്തിൽ ഒരു സൈനിക ഉടമ്പടി പ്രകാരം താത്കാലികമായി അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയെയാണ് ഈ പദം വരച്ചു കാട്ടുന്നത്. അതിനാൽ ഈ പ്രയോഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ക്ഷമയെ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ സത്യാനുസരണവും നീതിയുമുള്ള വിധി വരുവാനിരിക്കുന്നുണ്ട് എന്നും അതിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിൽക്കുന്നതിലൂടെ നമ്മെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നും നാം മനസ്സിലാക്കണം. അനുതാപമുള്ള ഹൃദയങ്ങൾക്ക് ഉടമകളായി മാനസാന്തരത്തിലൂടെ ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ.